കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നമ്മുടെ ഈ 3-ാം വാർഡിലും പിന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കർഷകർക്ക് നഷ്ടം സംഭവിച്ചൊരു 150 വാഴകളും മറ്റുള്ള കൃഷികളും ചേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷൂട്ടറെ വിളിച്ച് ഷൂട്ടർ വരികയും ഒരു 18ഓളം പന്നികളെ വെടിവെച്ച് ഇടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഞാനും അതുപോലെ വൈസ് പ്രസിഡൻ്റായി ലില്ലി ഷിജിയും ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള സൗമ്യയും കൂടി ഞങ്ങളിതിനൊക്കെ എല്ലാവരുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും നിന്നും ഇതിന് വേണ്ട കാര്യങ്ങൾ ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്പാടി ഒരുപാട് രാവിലെ ഇന്നലെ രാത്രി 8 മണി മുതൽ ഈ രാവിലെ 5 മണി വരെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. കർഷകൻ്റെ പേര് എന്താ ഷൂട്ടർ പേര് സംഗീത് എന്നാണ് ഷൂട്ടർ പേര്. എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള ഷൂട്ടറാണ്. നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അധികം ഗ്രാമസഭകളിൽ ചെന്നപ്പോൾ കർഷകർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ കൃഷി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം കാട്ടുപന്നിയായിട്ടും മയിലായിട്ടുമുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധീനതയിൽ നമുക്ക് ഷൂട്ടറെ വിളിച്ച് പന്നിയുടെ ശല്യം ഒഴിവാക്കാം എന്നുള്ളതാണ്. നമുക്കൊരു സർക്കുലർ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കൈപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാട്ടുപന്നിയെ നമുക്ക് പിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പേരാമംഗലം ഭാഗത്തു നിന്നും ഈ കൈപ്പുറമിൻ്റെ ഈ സൈഡിൽ നിന്നും കൊള്ളന്നൂർ ഈ സൈഡിൽ നിന്നുമായിട്ടാണ് ഈ 18ഓളം പന്നികളെ നമുക്ക് ഇന്നലെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇന്നലെ 8 മണി മുതൽ എറണാകുളത്ത് നിന്നുള്ള ഷൂട്ടർ വന്നു, സംഗീത എന്ന ഷൂട്ടർ വന്നിട്ടാണ് അമ്പാടിയും കൂടി ഇവിടുത്തെ പ്രദേശവാസികളും എല്ലാവരും ഒരുമിച്ച് വന്ന് നല്ലൊരു സഹകരണത്തോട് കൂടിയിട്ടാണ് നമുക്കിതിനെല്ലാം സാധിച്ചത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ 150-150ഓളം വാഴകൾ ഈ പ്രദേശത്ത് മാത്രമായിട്ട് വിവിധ പ്രദേശങ്ങളുണ്ടെങ്കിലും തന്നെ ഈ പ്രദേശത്ത് 150 വാഴകളോളം നശിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും കൃഷിക്കാരും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ അധികൃതർ വന്ന് കാണുകയും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും അതുപോലെ നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള CV കുര്യാസേട്ടൻ്റെയും ഇടപെടലും എല്ലാം കൂടി ചേർന്ന് മനോഹരമായിട്ട് തന്നെ നമുക്ക് പന്നികളുടെ ശല്യം നീക്കാനായിട്ട് സാധിച്ചു. തുടർന്നും കൈപ്പുറം പഞ്ചായത്തിൻ്റെ അധികാരികൾ നമ്മുടെ കൃഷിക്കാരുടെ ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷിക്കാർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.